ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മളൊരു കുഞ്ഞ് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും. അപ്പോൾ എന്തായാലും ഒരു പുതിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ചിക്കൻ ചില്ലി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബിരിയാണിൻ്റെ ഒപ്പം, ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം, പൊറോട്ടയുടെ ഒപ്പം ഒക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷാണ്, നമുക്കറിയാമല്ലോ. സോ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിന് സൈഡാക്കി വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പൊറോട്ട, ബിരിയാണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നടുവേ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചുവന്ന മുളകില്ലേ, വറ്റൽ മുളക്, അത് എല്ലാം കൂടി ക്രഷ് ചെയ്തത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒപ്പം ക്രഷ് ചെയ്തെടുത്തുന്നുള്ളൂ. ചില്ലി ഫ്ലേക്സ് ആയിട്ട് വേറെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 to 5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസ് ഇതിലോട്ട് ഒരു എക്സ്ട്രാ സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 to 3 ടേബിൾ സ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ പുളിക്ക് വേണ്ടിയിട്ട് വിനേഗറും. ഇത്രയും സാധനങ്ങൾ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് റൗണ്ട്. അതിനുശേഷം നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോ ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് അതിൽ മിക്സായി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് പൊടികൾ മിക്സ് ചെയ്തിട്ട് പിന്നെ മസാലകൾ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 2 to 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പൊരിക്കുമ്പോഴൊക്കെ ഒന്നും കൂടി എളുപ്പമാണ്, അടിയിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നും കൂടി നോക്കിയിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ 2 to 3 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ഒരു മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി, അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഇനി നമുക്ക് അത് ഓയിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത്. അടുപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം തീ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഓവറായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ടുള്ള ഒരു സോസി മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് ഒരു 4 to 5 ടേബിൾ സ്പൂണോളം വേണ്ടി വരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും, അതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം ചേർത്തിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു 3 to 4 പച്ചമുളക് നടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം ഒരു ഉള്ളിയാണ്, 1/2 to 1/4 ആയാലും മതി. അത് സ്ക്വയർ ആയിട്ട് അരിയുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇപ്പോൾ കുറച്ച് ചെറിയ സ്ക്വയറാണ്, ഒന്നുകൂടി വലിയ സ്ക്വയറായിട്ട് ചെയ്യുമ്പം വളരെ നല്ലൊരു ഭംഗിയുണ്ടാവും കേട്ടോ ചില്ലി ചിക്കന്. പിന്നെ ഈ ഒരു സമയം തന്നെ ഉള്ളിയിട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അതും സ്ക്വയറായിട്ട് അരിയാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞ് അങ്ങനെ ചെയ്യാം. രണ്ടും ഒരേ ഷേപ്പിൽ അരിയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അടിയൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം അടുത്ത് സോസ് ചേർക്കാനാണ്. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ. ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു 3 to 4 ഞാൻ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട്, കാരണം എനിക്ക് ആ ഒരു സോസി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 3 to 4 ടേബിൾ സ്പൂണോളം മതിയാവും ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വിനേഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പം നമുക്കൊരു കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഈ ഒരു സോസ് ചിലർക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല സോസ്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മോഡറേഷൻ വരുത്തിക്കോളാം കേട്ടോ. പിന്നെ വിനേഗറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് വിനേഗറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പുള്ളിയുടെ ഒപ്പം നാരങ്ങ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വിനേഗറാണ് ഞാൻ എപ്പോഴും ചേർക്കാറുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരു അര ഗ്ലാസ് വെള്ളം, അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തൊരു സൊല്യൂഷനാണ് കേട്ടോ. അത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടകളുണ്ടാകരുത്, നന്നായി കുറുകി കിട്ടാനും പിന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് നിർബന്ധമാണ്, എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ ഒന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ചിക്കൻ ഇട്ടേക്കുക, കാരണം പെട്ടെന്ന് കുറുകും. അപ്പോൾ ചിക്കൻ അതിലോട്ട് ബാക്കി സോസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണം. അതുകൊണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ പെട്ടെന്ന് തന്നെ അതിലോട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ സൈഡായിട്ട് തന്നെ പെട്ടെന്ന് ഇതും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. ഈ ഒരു റെസിപ്പി തന്നെ ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. എനിക്ക് വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാറുണ്ട്. എനിക്ക് ഭയങ്കര എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷാണ്, ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സക്സസ്ഫുൾ ആയിരിക്കും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇത് കൂട്ടിയിട്ട് എന്നെ കഴിക്കാറ് നന്നായിട്ടുണ്ട് എന്ന് എപ്പോഴും പറയാറുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ചേർക്കുന്നത് സൈഡ് ഡിഷായിട്ട്. എല്ലാത്തിൻ്റെ ഒപ്പം കൂട്ടാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട്